എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 14ാമത്തെ ചാപ്റ്റർ ഡാറ്റ പിക്ചേഴ്സ് അഥവാ വിവര ചിത്രങ്ങൾ. അപ്പോൾ എന്താണ് ഈ ഡാറ്റ പിക്ചേഴ്സ് അഥവാ വിവര ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട ഈ ഡാറ്റകൾ, അതായത് വിവരങ്ങൾ, അത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട്, അതായത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് ഡാറ്റ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതിനു വേണ്ടിയുള്ള ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനെയാണ് നാം എന്ത് പറയുക? ഡാറ്റ പിക്ചേഴ്സ് എന്ന് പറയുക. ഇവിടെ ഈ ഡാറ്റകൾ, അതായത് വിവരങ്ങൾ, നമ്മൾ നമ്പറുകളായി, അതായത് അക്കങ്ങളായിട്ടല്ല കാണിക്കുക, പകരം എന്ത് ചെയ്യും? ചിത്രങ്ങളായി കാണിക്കുന്നു. ഇതാണ് ഡാറ്റ പിക്ചേഴ്സ് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമ്മൾ 1-2 ഉദാഹരണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൽ നമ്മൾ ഈ ബാർ ഗ്രാഫ് അല്ലെ ഓർമ്മ, അത് നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ വരയ്ക്കാൻ നമുക്കറിയാം അല്ലേ? അതുപോലെ തന്നെ ഒന്നാണ് പൈ ചാർട്ട്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ പിക്ചേഴ്സ്, അതായത് വിവര ചിത്രങ്ങൾ, ഒന്നുകിൽ ബാർ ഗ്രാഫ് വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, കാണിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പൈ ചാർട്ട് വഴി ഇത് കാണിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു മാസത്തെ എടുക്കുകയാണെങ്കിൽ ഒരു മാസം പലതരത്തിലുള്ള ചിലവുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഒരു വീട്ടു ചിലവ് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണത്തിന് വേണ്ടി കുറേ പൈസ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്നു. പിന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുറേ കാശ് നീക്കി വെക്കേണ്ടി വരും അല്ലേ? പിന്നെ കറണ്ട് ചാർജ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബില്ല്, അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന പൈസ അല്ലേ? പിന്നെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക്, ഇപ്പോൾ മോട്ടർ കേടായി അപ്പോൾ മോട്ടർ നന്നാക്കണം, അല്ലെങ്കിൽ നമ്മളെ ബന്ധത്തിൽ ഇപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട ഒരാളെ കല്യാണം വന്നു, അപ്പോൾ അതിനെന്തെങ്കിലും സഹായം നമ്മൾ കൊടുക്കണം അല്ലേ? അപ്പോൾ അതുപോലെ പല തരത്തിലുള്ള ചിലവുകൾ നമുക്ക് ഒരു മാസത്തിൽ വരും അല്ലേ? അപ്പോൾ അത് നമ്മൾ പ്രധാനപ്പെട്ട ചിലവുകൾ ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം എഴുതാൻ പോണ്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട ചിലവുകളാണെന്ന് വിചാരിക്കുക, ഒരു മാസത്തെ ചിലവുകളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നോക്കിയാൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇനം, ഇത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ തുക അല്ലേ? അപ്പോൾ നോക്കിയാൽ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 35% ചിലവാകുന്നുണ്ട് ഒരു മാസത്തിൽ. പിന്നെ ആകെ ചിലവാകുന്നതിൻ്റെ 35%, അത് നമ്മൾ ശതമാനം പഠിച്ചു അല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഇത് നോക്കിയാൽ ഹെൽത്ത്, ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാകുന്നുണ്ട്? 25% ചിലവാക്കുന്നുണ്ട്. ഇനി എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കുന്നുണ്ട് ഒരു മാസത്തിൽ? 20% അല്ലെ? ആകെ കിട്ടുന്നതിൻ്റെ 20% രൂപ, ആകെ ചിലവാകുന്നതിൻ്റെ 20% രൂപ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു. പിന്നെയോ അതേഴ്സ്, അതായത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ കറണ്ട് ബില്ല് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബില്ല്, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കേടായി, വീട്ടിൽ ഇപ്പോൾ മോട്ടർ കേടായി, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം പണി വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പറമ്പിലെ പുല്ല് വെട്ടാൻ വേണ്ടി നമ്മൾ പണിക്കാരൻ നിർത്തി, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചിലവ്, അതേഴ്സ് ചിലവ് അല്ലേ? അതിന് നമ്മൾ 15% ചിലവാക്കുന്നു. പിന്നെയോ സേവിങ്സ്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വല്ല ഈ പോസ്റ്റ് ഓഫീസിൽ വല്ല കുറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലുള്ള കുറികളോ മറ്റോ, അല്ലെങ്കിൽ ബാങ്കിലെ വല്ല അക്കൗണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് 5% രൂപ അതിന് വേണ്ടി ചിലവാക്കുന്നു. അപ്പം മൊത്തം ആ മാസം വീട്ടിലെ ചെലവിൻ്റെ 35% ഭക്ഷണത്തിന് പോകുന്നു, 25% ഹെൽത്തിന് വേണ്ടി പോകുന്നു, 20% വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പോകുന്നു, 15% മറ്റു കാര്യങ്ങൾക്കായി പോകുന്നു, പിന്നെ 5% സേവിങ്സിന് വേണ്ടി പോകുന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഒരു മാസത്തെ ചെലവ്. അപ്പോൾ നമുക്കറിയാം, ഈ ശതമാനം എന്ന് പറയുമ്പോൾ 35% എന്ന് പറഞ്ഞാൽ 100 രൂപ ചിലവാക്കുന്നതിൽ 35 രൂപ ഫുഡിന് വേണ്ടി ചിലവാക്കുന്നു അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കിയാൽ, ഇപ്പോൾ 10,000 രൂപ മൊത്തം ചിലവാകുന്നു വിചാരിക്കുക. ഒരു മാസം 10,000 രൂപ മൊത്തം ചിലവാകുന്നുണ്ട്. ഒരു വീട്ടിലെ ചിലവ് 10,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരും? അപ്പോൾ 10,000-ന് 35% ഭക്ഷണത്തിന് പോകും അല്ലേ? അതായത് 3,500 രൂപ എന്താവും? 3,500 രൂപ ഭക്ഷണത്തിന് വേണ്ടി ചിലവാകും. ക്ലിയർ ആയില്ലേ? ഇനി അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 2,500 രൂപ അല്ലേ? അപ്പോൾ 2,500 രൂപ ഹെൽത്തിന് വേണ്ടി ചിലവാകും. ഇനിയോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എത്ര ചിലവാകും? 2,000 രൂപ അല്ലേ? ഇനി 15% വെച്ചാൽ 1,500 രൂപ എന്തിന് ചിലവാകും? മറ്റു കാര്യങ്ങൾക്കാണ് ചിലവാകുന്നു. പിന്നെ സേവിങ്സിന് വേണ്ടിയിട്ട് 5%, അതായത് 500 രൂപ. അപ്പോൾ 10,000 രൂപ ഈ രീതിയിലാണ് ചിലവാകുക. അതായത് 3 കൂട്ടി നോക്കിയാൽ അപ്പോൾ നമുക്ക് 10,000 കിട്ടും അല്ലേ? അതായത് ഇപ്പോൾ 10,000 രൂപയാണെങ്കിൽ വീട്ടു ചിലവ് 10,000 രൂപയാണ് ഒരു മാസമെങ്കിൽ ഇതേ രൂപത്തിലായിരിക്കും പൈസ ചിലവാകുന്നത് അല്ലേ? ഇനി 7,000 രൂപയാണെങ്കിലോ നമ്മൾ 7,000-ന് 30% എടുക്കും, അല്ലെങ്കിൽ 7,000-ന് 25% എടുക്കും, അത് കഴിഞ്ഞാൽ 7,000-ന് 20% എടുക്കും അല്ലേ? അപ്പോൾ ഇതേ രൂപത്തിലാണ് ഒരു വീട്ടിലെ ചിലവ് പോകുന്നത്. ഇനി ഈ അക്കങ്ങളായിട്ട് എഴുതിയതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിത് ബാർ ഗ്രാഫ് വെച്ചിട്ട് വരയ്ക്കാൻ നമുക്കറിയാം അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആദ്യം ഒന്ന് വരച്ചു നോക്കാം.
അപ്പോൾ ഇതാണ് ബാർ ഗ്രാഫ്. അതായത് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നമ്മൾ ചിലവാകുന്ന ഏതൊക്കെയാണ്? ഫുഡിന് വേണ്ടിയിട്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ, അതേഴ്സ്, സേവിങ്സ് അല്ലേ? അതായത് ഇനി നമുക്ക് നോക്കിയാൽ ഇതാണ് ശതമാനം, പേഴ്സൻറ്റ്. 5%, 10%, 15%, 20, 25, 30, 35, 40 അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് ആദ്യം നോക്കിയാൽ ഫുഡിന് വേണ്ടി 35% അല്ലേ? അപ്പോൾ നമ്മൾ ഫുഡ് എടുത്തു, ഫുഡ് എന്ന് എഴുതി. അതിനുശേഷം നോക്കിയാൽ ഇവിടെ 35% ഇവിടെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കള്ളി വരച്ചു. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫുഡിന് വേണ്ടിയിട്ട് എത്ര ചിലവാകുന്നുണ്ട് ഇതിൽ നോക്കിയാൽ നമുക്കറിയാം അല്ലേ? 35% ഫുഡിൻ്റെ 35 അല്ലേ? 35 നേരം 35% ഫുഡിന് വേണ്ടി ചിലവാക്കുന്നു. ഇനി ഹെൽത്ത്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ ഇവിടെ നോക്കിയാൽ ആരോഗ്യത്തിന് വേണ്ടി എത്ര ചിലവാക്കുന്നുണ്ട്? 25% അല്ലേ? 25. ഇനി എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടി നോക്കിയാൽ ഇതാണ് വിദ്യാഭ്യാസം, എത്ര ചിലവാക്കുന്നു നോക്കിയാൽ 20% അല്ലേ? ഇനി അതേഴ്സ്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നോക്കിയാൽ ഇതിൻ്റെ അറ്റ എവിടെ ഉള്ളത്? 15% അല്ലേ? ഇനി സേവിങ്സിന് വേണ്ടിയിട്ടോ 5%. അപ്പോൾ ഇതാണ് ബാർ ഗ്രാഫ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? പെട്ടെന്ന് തന്നെ ഈ ചിലവുകൾ ഏതിനാണ് ചിലവ് കൂടുതൽ? അപ്പോൾ നമുക്ക് ഫുഡിനാണ് ചിലവ് കൂടുതൽ അല്ലേ? പെട്ടെന്ന് ഇതിൽ നോക്കിയാൽ അറിയാം, ഫുഡാണ് ഏറ്റവും പൊങ്ങി നിൽക്കുന്നത്, അതായത് 35% അല്ലേ? അതുപോലെ തന്നെ ഏതാണ് ചെറുത്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഓരോന്നിനും വേണ്ടി ചിലവഴിച്ചു, ഇപ്പോൾ ഉദാഹരണം എഡ്യൂക്കേഷന് വേണ്ടി ചിലവഴിച്ചത് മൊത്തം ചിലവിൻ്റെ എത്ര ഭാഗമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഡാറ്റകൾ നാം എന്ത് ചെയ്യും? വേറെ രൂപത്തിൽ വരയ്ക്കും. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പൈ ചാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പൈ ചാർട്ട് എങ്ങനെ വരയ്ക്കുക നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടിയിരുന്ന ഇത്രയും ഡാറ്റകൾ നാം എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കള്ളി തിരിച്ചെഴുതി അല്ലേ? ഇവിടെ നമുക്ക് നോക്കിയാൽ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കള്ളി, ഇത്രയും ഭാഗം ഫുഡിന്, ഇത്രയും ഭാഗം ഹെൽത്തിന്, ഇത്രയും ഭാഗം എഡ്യൂക്കേഷൻ അല്ലേ? അങ്ങനെ നമ്മൾ തിരിച്ചെഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ഫുഡിനാണ് ഏറ്റവും ഏരിയ കൂടുതലാണ് ഫുഡിനാണ് അല്ലേ? അപ്പോൾ ഫുഡിനാണ് ഏറ്റവും കൂടുതൽ രൂപ ചിലവാകുന്നതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും അല്ലേ? ഇനിയോ അത് കഴിഞ്ഞാൽ ഹെൽത്തിന്, അത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ, അങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഈ ഫുഡിന് വേണ്ടി ചിലവാകുന്ന തുക ഏറെക്കുറെ ആകെ തുകയുടെ എത്ര ഭാഗമാണ് എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതായത് ആകെ ചിലവാകുന്ന പൈസയുടെ എത്ര ഭാഗം നമുക്ക് ഫുഡിനായി ചിലവാകുന്നുണ്ട്? ഇത്രയും ഭാഗം അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എത്രയായിരിക്കും? അതായത് ഇപ്പോൾ നോക്കിയാൽ, ഇപ്പോൾ നമ്മളൊരു സർക്കിള് നമുക്കറിയാം, സർക്കിൾ ഇങ്ങനെ ആക്കി 4 മുറിച്ചു. ഇതൊക്കെ 90 ഡിഗ്രി ആണെന്ന് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് നാം എന്ത് പറയും? 4/1 ഭാഗം അല്ലേ? ഇത് 4/1 ഭാഗമാണ്. അതായത് ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ 4/1 ഭാഗം, ഇതും 4/1 ഭാഗം അല്ലേ? അതൊക്കെ നമുക്കറിയാം. ഇനി ഈ കഷ്ണം നോക്കിയാൽ നമ്മൾ ഫുഡിന് വേണ്ടി ചിലവാകുന്ന പൈസ ഭാഗം നോക്കിയാൽ, അതായത് 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ് അല്ലേ? അപ്പോൾ 4/1 അതിനേക്കാൾ കൂടുതൽ രൂപ ചിലവാകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഇതിന് നമുക്കൊരു 3/1 ഭാഗം എന്ന് പറയാം അല്ലേ? അപ്പോൾ 4/1 ഭാഗമല്ല, അതിനേക്കാൾ കൂടുതൽ ചിലവാകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചിലവാകുന്നു എന്ന് പറയുമ്പോൾ 4 എന്നുള്ളത് 5/1 ഭാഗം എന്നല്ല ആവുക. തെറ്റരുത്. 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങളാക്കിയതിൽ 1 അല്ലേ? അപ്പോൾ 5/1 ഭാഗം എന്ന് പറഞ്ഞാലോ? 5/1 ഭാഗം എന്ന് പറഞ്ഞാൽ 5 ഭാഗങ്ങളാക്കിയാൽ 1 അല്ലേ? അപ്പോൾ അതിനേക്കാളും ചെറുതാണ് ആവുന്നത്. മനസ്സിലായില്ലേ? ഇനി 1/6 എന്ന് പറഞ്ഞാലോ? 6 കഷ്ണങ്ങളാക്കിയാൽ 1 കഷ്ണം അല്ലേ? അപ്പോൾ ഇതിനേക്കാൾ ഒന്നും കൂടി ചെറുതായി. ഇനി 1/4, 1/3 എന്ന് പറഞ്ഞാലോ? 3 കഷ്ണങ്ങളാക്കിയത് 1 ഭാഗം അല്ലേ? അപ്പോൾ ഇതിനേക്കാൾ വലുതാണിത്. അപ്പോൾ അത് തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 1/4 അല്ല, 4/1 ഭാഗമല്ല, അതിനേക്കാൾ കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു 1/3 എന്ന് എഴുതാം. അതായത് 3/1 ഭാഗം. അപ്പോൾ അതായത് നമുക്ക് ഫുഡിനായിട്ട് എത്ര ചിലവഴിക്കുന്നുണ്ടെന്ന് അറിയാം? 3/1 ഭാഗം അല്ലേ? ഈ ഫിഗർ നോക്കുമ്പോൾ നോക്കിയാൽ ഈ മൊത്തം സർക്കിളിൻ്റെ 3/1 ഭാഗം വരുത് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഫുഡിനായിട്ട് 3/1 ഭാഗം 1/3, മൊത്തം ചെലവിൻ്റെ 1/3 ഭാഗം. ഇനി ഹെൽത്ത് നോക്കിയാൽ, ആരോഗ്യത്തിന് വേണ്ടി എത്ര ചിലവഴിക്കുന്നുണ്ട്? ഇവിടെ നമുക്ക് ഏറെക്കുറെ കണ്ടാലറിയാം ഇത് രണ്ടും പെർപെൻഡിക്കുലർ പോലെ ഉണ്ട് അല്ലേ? അതായത് 90 ഡിഗ്രി ആണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ 90 ഡിഗ്രി പോലെ തോന്നിക്കുന്നുണ്ട് അല്ലേ? അപ്പം 90 ഡിഗ്രി ആണെങ്കിൽ എന്ത് വരും? 4/1 ഭാഗം അല്ലേ? അപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് 1/4, 4/1 ഭാഗം, മൊത്തം ചെലവിൻ്റെ 4/1 ഭാഗം ഹെൽത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും? ഈ പൈ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാകും. ഇനി നാം എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കേണ്ടത്? നാം വെറുതെ ഒരു റൗണ്ട് വരച്ചിട്ട് കുറേ കള്ളികൾ ഇതിൽ എത്ര ഉണ്ട്? 5, 1, 2, 3, 4, 5 ഉണ്ട്. അപ്പോൾ 5 കള്ളികൾ വെറുതെ ഇങ്ങനെ വരച്ചാൽ മതിയാ? 5 വരകൾ വെറുതെ വരച്ചാൽ പോരാ അല്ലേ? നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരച്ചു. പിന്നെ നോക്കിയേ,
ഇനി ഫുഡിന് വേണ്ടി 35% ഫുഡിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ആകെ കോണളവ് എത്രയാണ്? 360 ഡിഗ്രി അല്ലേ. അപ്പോൾ ആകെ ആംഗിൾ 360 ഡിഗ്രിയാണ്, അത് നമുക്കറിയാം. അപ്പോൾ ഈ 360 ആണെങ്കിൽ അതിൻ്റെ 35% ഫുഡ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ 360ൻ്റെ എത്ര ശതമാനം വേണം? 35%. അപ്പോൾ 360 ഇൻറ്റു 35/100. അപ്പോൾ നമുക്ക് ഈ 0 ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് വേണം? 36 ഇൻറ്റു 25 അല്ലേ. 36 ഇൻറ്റു 25 അല്ല 35. ഇതൊന്ന് ഗുണിക്കുക അല്ലേ. ഗുണിച്ച് നമുക്കൊരു ഉത്തരം കിട്ടും. അതിനെന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്നല്ല ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. 126 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ 126 കിട്ടി. അപ്പോൾ നമ്മളിത് എങ്ങനെ വരയ്ക്കണം? നാം ആദ്യം എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ അത് ഇവിടെ ഒരു സർക്കിൾ വരച്ചു അല്ലേ. ഇനി എന്ത് വേണം? ഇതാണ് സെൻറ്റർ. ഈ സെൻറ്ററിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങോട്ടും സ്ട്രൈറ്റ് ലൈൻ വരച്ചു, ഒട്ടിച്ചു. ഓക്കെ. ഇനി നമുക്ക് ഫുഡിന് എത്ര വേണം? ഫുഡിന് നമുക്ക് 126 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കറിയാം 126 ഡിഗ്രി അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്തിട്ട് 126 ഡിഗ്രി എത്രയാണെന്ന് വെച്ചാൽ ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് 126 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്തെന്താണ്? ഹെൽത്ത് അല്ലേ. ഹെൽത്തിന് എത്ര ശതമാനമാണ് ഹെൽത്തിന് ചിലവാകുന്നത്? 25% അല്ലേ. അതായത് ഇവിടെ ചെയ്ത പോലെ 360ൻ്റെ 30% ആദ്യം എടുത്തു നമ്മൾ അല്ലേ. ഇനി നമുക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് 25% എടുക്കണം. അപ്പോൾ എന്ത് വേണം? അപ്പോൾ 360 ഇൻറ്റു 25/100 അല്ലേ. അപ്പോൾ ഈ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തോ ഒരു 36 ഇൻറ്റു 25. 36 ഇൻറ്റു 25 എത്രയാണ്? 900 കിട്ടും അല്ലേ. 900 കിട്ടും. 900ന് നമുക്ക് എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം വേണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക അല്ലേ. അതായത് 90 കിട്ടി നമുക്ക്. അപ്പോൾ 90 ഡിഗ്രി. അപ്പോൾ ഇനി നമ്മൾ എന്ത് വേണം? നാം ഇവിടെ ഫുഡിൻ്റെ ഓൾറെഡി വരച്ചു കഴിഞ്ഞല്ലേ. ഇനി 90 ഡിഗ്രി നോക്കിയാൽ ഇവിടെ നിന്ന് നമ്മൾ എന്ത് വേണം? 90 ഡിഗ്രി ആണിത്. അപ്പോൾ 90 ഡിഗ്രി മെഷർ ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ പോയിന്റ് കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ, ഇവിടെ നിന്ന് ഈ ലൈൻ വന്ന് ഇവിടെ 90 ഡിഗ്രി മെഷർ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പോയിന്റ് കിട്ടി. ഇത് കൂട്ടി യോജിപ്പിച്ചു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രിയിൽ. അപ്പോൾ ഇത്രയും ഭാഗമാണ് എന്ത്? ഹെൽത്തിന് വേണ്ടി ചിലവാകുന്നത് അല്ലേ. ഹെൽത്ത്. ഇനി ഇതുപോലെ നമുക്ക് ഓരോന്നും കാണാം. ഇനി ഇപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടി എത്രയാണ്? എഡ്യൂക്കേഷന് വേണ്ടി 20% അല്ലേ, 20%. അപ്പോൾ 360ൻ്റെ 360 ഇൻറ്റു 20/100. അതൊക്കെ 0 ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്തു അല്ലേ. അപ്പോൾ 36 ഇൻറ്റു 2 അതായത് 72. അപ്പോൾ എന്ത് വേണം? ഇവിടെ നിന്ന് 72 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യുക. എന്നിട്ട് ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് വരച്ചു. ഇതെന്തായിരിക്കും? ഇത് എഡ്യൂക്കേഷൻ. ക്ലിയർ ആയില്ലേ? അതുപോലെ നമുക്ക് അതേഴ്സും സേവിങ്സും ഒക്കെ ഇതുപോലെ വരയ്ക്കാം. ഈ രൂപത്തിലാണ് നാം എന്ത് ചെയ്യേണ്ടത്? പൈ ചാർട്ട് വരയ്ക്കുക. അപ്പോൾ അത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 193 ലോകത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു പൈ ചാർട്ട് ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു പൈ ചാർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ നമുക്ക് കാണാം ഈ ഇന്ത്യ, ഇത്രയും ഭാഗം ഇന്ത്യ, അത് കഴിഞ്ഞാൽ ചൈന, അത് കഴിഞ്ഞാൽ USA, അമേരിക്ക, പിന്നെ അതേഴ്സ് മറ്റ് രാജ്യങ്ങൾ അല്ലേ. അപ്പോൾ ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെ ജനസംഖ്യ ഇതേ രൂപത്തിലാണ് ഉള്ളത് ഇപ്പോൾ. അതായത് മൊത്തം ജനസംഖ്യയുടെ ഇത്രയും ഭാഗം ഇന്ത്യക്കാരാണ്, ഇത്രയും ഭാഗം ചൈനക്കാർ, ഇത്രയും ഭാഗം അമേരിക്കയിലുള്ളവർ, ഇത്രയും ഭാഗം മറ്റു രാജ്യങ്ങളിലുള്ളവർ. ഇനി അതിൽ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. ക്യാൻ യു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് യൂസിങ് ദിസ് പിക്ചർ? ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് ദാറ്റ് ഓഫ് ഇന്ത്യ? അതായത് ലോകത്തിലെ ജനസംഖ്യയുടെ മൊത്തം ജനസംഖ്യയുടെ എത്ര ഭാഗമാണ് ഇന്ത്യയുടെ ജനസംഖ്യ? അപ്പോൾ നമ്മളുടെ ആംഗിൾ എത്ര എന്നൊന്നും മെഷർ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഏറെക്കുറെ പിക്ചർ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം എഴുതാം. ഇപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് ഇത്രയും ഭാഗമാണ് ഇന്ത്യക്കുള്ളത് അല്ലേ, ഇത്രയും ജനസംഖ്യ ഇന്ത്യയുടെ ആണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ആംഗിൾ നോക്കാം. ആംഗിൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഇപ്പോൾ ഇങ്ങനെ സർക്കിൾ ആണെങ്കിൽ ഇതൊരു സർക്കിൾ ഇപ്പോൾ ഇത് 180 ഡിഗ്രി അല്ലേ, ഇങ്ങനെയാണെങ്കിൽ എത്ര വരും? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഇത് പറയും 1/4 എന്ന് പറയും അല്ലേ, 4ൽ 1 ഭാഗം എന്ന് പറയും ഇതിനെ അല്ലേ. ഇത് 4ൽ 1 ഭാഗം, ഇത് 4ൽ 1 ഭാഗം, ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അതിനനുസരിച്ച് ഒന്നുകിൽ 5ൽ 1 ഭാഗം, 6ൽ 1 ഭാഗം അങ്ങനെ പറയും അല്ലേ.
അപ്പം ഇനി ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമ്മൾ ആംഗിൾ നമുക്ക് ഏറെക്കൊരു ധാരണ കിട്ടുന്നില്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്തൊക്കെ നമുക്ക് 4-ൽ 1 എഴുതായിരുന്നു അല്ലേ. ഈ കോൺ അതായത് ഈ ആംഗിൾ നോക്കിയിട്ട് ഇത് തീരുമാനിക്കൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലെങ്ത്ത് നോക്കാം, ഈ ലെങ്ത്ത് അല്ലേ. ഇപ്പം ഇവിടെ നിന്ന് ഇതേ ഈ ലെങ്ത്ത്. അപ്പോൾ ഏറെക്കുറെ നോക്കിയാൽ ഇതേ അളവ് എത്ര എണ്ണം കിട്ടുമെന്ന് നോക്കിയാൽ, അതായത് ഇപ്പം ഇതാണ് ഇന്ത്യയുടെ അളവ് അല്ലേ, ഏറെക്കുറെ അതേ അളവ് തന്നെയാണ് ഇവിടെ അല്ലേ. ഇനി അങ്ങനത്തെ ഒരെണ്ണം കൂടിയും വെക്കാം നമുക്ക്, ഏറെക്കുറെ ഇവിടേക്ക് വരും അല്ലേ. ഇനി ഒരെണ്ണം ഇവിടെ വരും, ഒരെണ്ണം ഇവിടെ വരും അല്ലേ. അപ്പോൾ ഏറെക്കുറെ ഈ അളവ് എത്ര എണ്ണം വരും, നമുക്ക് ഇതിൻ്റെ 6 ഭാഗമാക്കാം നമുക്ക് അല്ലേ. ഈ സർക്കിളിനെ നമുക്ക് നോക്കിയാൽ ഇത്രയും നീളമുള്ള എത്ര ഭാഗമാക്കാം, ഏറെക്കുറെ ഒരു 1, 2, ഒരു 3, 4, 5, 6 അല്ലേ. അപ്പോൾ 6 ഭാഗമാക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 6-ൽ 1 ഭാഗമാണ് ഇത് ഇന്ത്യയുടേത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തിന് ഉത്തരം എഴുതാമല്ലോ. ഒന്നാമത്തെ ചോദ്യത്തിന് എന്താണ്, അപ്രോക്സിമേറ്റ്ലി ഏറെക്കുറെ 6-ൽ 1 ഭാഗം അല്ലേ. 1/6 ഓഫ് വേൾഡ് പോപ്പുലേഷൻ, അതായത് ലോക ജനസംഖ്യയുടെ 1/6 ഭാഗമാണ്, ഏറെക്കുറെ 1/6 ഭാഗമാണ് ഇന്ത്യയുടെ ജനസംഖ്യ. രണ്ടാമത്തെ ചോദ്യം എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, വാട്ട് അബൌട്ട് ദി പോപ്പുലേഷൻ ഓഫ് ചൈന അല്ലേ. അപ്പോൾ ചൈനക്കാരുടെ പോപ്പുലേഷൻ, ചൈനക്കാരുടെ ജനസംഖ്യ എത്ര വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ നോക്കിയാൽ ഏറെക്കുറെ ഇന്ത്യക്കാരുടെ അതേ ആംഗിളാണ് അല്ലേ, ആംഗിൾ നോക്കി ഇതേ ആംഗിളാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ നോക്കിയാൽ ഈ ലെങ്ത്ത് ഒരേ ലെങ്ത്താണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏറെക്കുറെ ഇന്ത്യയുടെ ജനസംഖ്യ തന്നെയാണ് ചൈനയിലുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം ഓൾമോസ്റ്റ് ഈക്വൽ ടു അപ്പോൾ ഏറെക്കുറെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ അത്ര വരും ചൈനയുടെ ജനസംഖ്യ. ഇനി എന്താണ് മൂന്നാമത് ചോദിച്ചിട്ടുള്ളത്, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് ദാറ്റ് ഓഫ് ദി USA. അതായത് അമേരിക്കയിലെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏറെക്കുറെ എത്ര ഭാഗമാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അമേരിക്കയിലെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ഭാഗമാണ്. അപ്പോൾ ഈ ഫിഗർ നോക്കിയേ. അപ്പോൾ ആംഗിൾ നോക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആംഗിൾ നോക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ലെങ്ത്ത് രണ്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അമേരിക്കയിലെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ഭാഗം ഉണ്ടാവും അല്ലേ. അപ്പോൾ നോക്കിയാൽ ഈ ലെങ്ത്ത് ഇത്രയും ലെങ്ത്തുള്ള എത്ര ഏറെക്കുറെ കിട്ടും നോക്കിയതിൽ എത്ര ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഏറെക്കുറെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 അല്ലേ. അപ്പോൾ ഏറെക്കുറെ 4 ഭാഗം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അമേരിക്കയിലെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 4-ൽ 1 ഭാഗമാണ് അല്ലേ, അങ്ങനെ പറയാം. അപ്രോക്സിമേറ്റ്ലി 1/4 അല്ലേ, 1/4 ഓഫ് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യാസ് പോപ്പുലേഷൻ. അപ്പോൾ ഏറെക്കുറെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 1/4 ഭാഗം. ക്ലിയർ ആയില്ലേ. ഇനി എന്താണ് അവർ നാലാമത്തെ ചോദിച്ചിട്ടുള്ളത്, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഈസ് ദി കമ്പൈൻഡ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് ദി USA. ഇതിപ്പോൾ നോക്കിയാൽ ഇന്ത്യ, ചൈന, US അല്ലേ, ഈ 3 രാജ്യങ്ങളുടെ പോപ്പുലേഷനാണ് ഇത്രയും ഭാഗങ്ങളിൽ ലോക ജനസംഖ്യയുടെ ഇത്രയും അധികം ജനങ്ങളുള്ളത് ഇന്ത്യയിലും ചൈനയിലും അമേരിക്കയിലും കൂടിയാണ്. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും കൂടി ഇത്രയും ആൾക്കാരുള്ളൂ. ക്ലിയർ ആയില്ലേ. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഇന്ത്യയിലെയും ചൈനയിലെയും അമേരിക്കയിലെയും ഈ 3 രാജ്യങ്ങളിലെ ജനസംഖ്യ മൊത്തം ഈ ലോക രാജ്യങ്ങളുടെ ജനസംഖ്യയുടെ എത്ര ഭാഗമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് നോക്കിയേ, അതായത് ഇന്ത്യ, ചൈന, US അല്ലേ. അപ്പോൾ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ആംഗിൾ ഞാൻ പറയില്ല, ആംഗിൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ലെങ്ത് നോക്കാം, ഇത്രയും ലെങ്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സർക്കിളിനെ ഇതേ ലെങ്ത്തുള്ള എത്ര പീസാക്കാൻ നോക്കിയേ, ഇപ്പോൾ ഈ ലെങ്ത് അല്ലേ. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഏറെക്കുറെ ഉദ്ദേശം നമുക്ക് ഇതിലെത്തും എന്ന് വിചാരിക്കാം. പിന്നെ ഇത് ഇങ്ങനെ ഒരു പീസും അല്ലേ. അപ്പോൾ ഏറെക്കുറെ നമുക്ക് 1, 2, 3 പീസ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലോക ജനസംഖ്യയുടെ 3 ആക്കിയതിൽ 1 ഭാഗം ഇന്ത്യയിലും ചൈനയിലും USA-യിലും കൂടിയിട്ട് ഉണ്ടാകും. ഈ ലോകത്തിലെ 3 പേരിൽ ഒരാൾ എപ്പോഴും എന്തായിരിക്കും, ഇന്ത്യക്കാരനോ ചൈനക്കാരനോ അമേരിക്കക്കാരനോ ആയിരിക്കും. ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ഒരാളായിരിക്കും. മനസ്സിലായില്ലേ. അത്രയും ജനസംഖ്യ ഇന്ത്യയിലും ചൈനയിലും അമേരിക്കയിലും കൂടിയിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് പറയാം, ഏകദേശം, അതായത് അപ്രോക്സിമേറ്റ്ലി എത്ര ഉണ്ടായിരിക്കും, 1/3. അപ്പോൾ 1/3 അല്ലേ, 1/3 ഓഫ്
ദി വേൾഡ് പോപ്പുലേഷൻ. അതായത് ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ 3 രാജ്യങ്ങളിലെ ജനസംഖ്യ എന്തായിരിക്കും? ലോക ജനസംഖ്യയുടെ 1/3 ഭാഗമാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 194 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.